2019 അവസാനത്തോടു കൂടിയാണ് നമ്മുടെ ചൈനയിലെ വുഹാനിൽ വെച്ച് ആദ്യമായിട്ട് നമ്മുടെ COVID-19 പാൻഡമിക് അല്ലെങ്കിൽ COVID-19 ഡിസീസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അപ്പോൾ അതില് നമ്മുടെ നിരവധിയായിട്ടുള്ള അതൊരു പുതിയ വൈറസ് ആയിരുന്നു. അപ്പൊ അതിന് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ, നമ്മൾ വലിയ പ്രതിസന്ധിയിൽ ഉണ്ടാക്കിയ മനുഷ്യരാശിയെ തന്നെ വലിയൊരു പ്രതിസന്ധിയിലാക്കിയ ഒരു വൈറസ് ആയിരുന്നു COVID-19 വൈറസ്. 5 വർഷത്തിന് ശേഷം വീണ്ടും മറ്റൊരു ഡിസംബർ കഴിഞ്ഞു ജനുവരിയിലേക്ക് വരികയാണ്. അപ്പോൾ നിരവധി വാർത്തകളാണ് ചൈന ഇത്തരത്തിലുള്ള മറ്റൊരു മഹാമാരി അല്ലെങ്കിൽ മറ്റൊരു ഡിസീസ് ഔട്ട്ബ്രേക്ക് എന്നുള്ള ഒരു വലിയൊരു വെല്ലുവിളി ചൈന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകൾ നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ചൈനയിലുണ്ട്. അപ്പൊ അവരെ ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി അതെന്തും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ, അത് മാത്രമല്ല ചൈന ഇതിനെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ചൈന പൊതുവെ കഴിഞ്ഞ COVID-19 കേസിലും ചൈന സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്തുമായിക്കോട്ടെ, നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വൈറസ് എന്താണ്, ആ ഒരു പുതിയ വൈറസ് എന്നുള്ള ആ വൈറസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് HMP വൈറസ്? അപ്പോൾ ഇത് COVID-19 പോലെയല്ല. കാരണം COVID-19 ഒരു പുതിയ വൈറസ് ആയിരുന്നു. HMP വൈറസ് ഓൾറെഡി 2001 നെതർലൻഡിൽ ഒരു കൂട്ടം മെഡിക്കൽ ഗവേഷകർ നെതർലൻഡിലാണ് ആദ്യമായിട്ട് ഈ ഒരു HMP വൈറസിന്റെ ഡിസീസ് ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. ഏതാണ്ട് ഒരു 28ഓളം കുട്ടികളെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗബാധ ഏൽക്കുകയും ഹോസ്പിറ്റലൈസ്ഡ് ആവുകയും ചെയ്തു. പിന്നീട് നടന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കൂട്ടം മെഡിക്കൽ ഗവേഷകരാണ് ആദ്യമായിട്ട് 2001 HMP വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. അതായത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നാണ് ഈ വൈറസിന്റെ പേര്. മനുഷ്യരിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരുതരം വൈറസ് ആണ്. അപ്പോൾ ഈ ഒരു വൈറസ് എന്താണ്? ഈ വൈറസിന്റെ ചരിത്രം എന്താണ്? അതേപോലെ തന്നെ ഈ വൈറസ് രോഗബാധ ഏറ്റുകഴിഞ്ഞാൽ അതിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? രോഗബാധ ഏൽക്കാതെ നമുക്ക് എങ്ങനെ രക്ഷ നേടാം? അതുപോലെ തന്നെ ഇതിന്റെ സ്പ്രെഡിങ് എങ്ങനെയാണ്? ആ സ്പ്രെഡിങ് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? അതേപോലെ ഇതിന്റെ ഡിസീസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ഡയഗ്നോസിസ്? അതുപോലെ ഇതിന് വാക്സിൻ കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമ്മൾ വാർത്തകളിൽ കേട്ടതുപോലെ തന്നെ ചൈനയിലെ പുതിയതായിട്ട് ഏതാണ്ട് നമ്മുടെ COVID-19 ശേഷം ഒരു 5 വർഷത്തിന് ശേഷം വീണ്ടും മറ്റൊരു ശൈത്യകാലത്ത് മറ്റൊരു വൈറസിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഡിസീസ് ഔട്ട്ബ്രേക്ക് ചൈനയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏതാണ്ടൊരു 5ഓളം പ്രവിശ്യകളിലായിട്ട് ഇത്തരം വൈറസിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഡിസീസ് ഔട്ട്ബ്രേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു വൈറസ് ഇത് നമ്മുടെ COVID-19 നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഏതാണ്ട് ഇതൊരു RNA വൈറസ് ആണെങ്കിൽ പോലും ഈ ഒരു വൈറസിനെ ഓൾറെഡി നമ്മൾ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വൈറസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് COVID-19 അത്രയും പ്രശ്നങ്ങൾ ഇതുണ്ടാക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു വൈറസ് എന്താണ്, ഈ വൈറസിൻ്റെ രോഗബാധ ഏറ്റാൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ വ്യാപനം എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണ് ഇതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആ ഒരു ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്, ഒരു മോഡലാണ്, ഈ ഒരു വൈറസിൻ്റെ മോഡലാണ്. അപ്പം ഇതിൽ HMP വൈറസ് നമ്മുടെ ചൈനയിൽ 3-4 സ്ഥലങ്ങളിൽ അതിൻ്റെ വ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു വൈറസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ആ ഒരു പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് HMP വൈറസ് അഥവാ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്? ഇത് മറ്റ് പേരുകൾ പോലെ തന്നെ ശ്വാസകോശത്തെയും ശ്വസന വ്യവസ്ഥയെയും ബാധിക്കുന്ന ഒരു വൈറസാണിത് HMP വൈറസ്. പ്രത്യേകിച്ചും ശൈത്യകാലത്താണ് ഇതിൻ്റെ വ്യാപനശേഷി കൂടുതൽ. ജപ്പാൻ, ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഏതാണ്ടൊരു നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ഒരു കാലഘട്ടങ്ങളിൽ സാധാരണ ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള ശ്വാസകോശ രോഗങ്ങളും ഇത്തരത്തിലുള്ള പാൻഡമിക് സാധാരണ ഉണ്ടാകാറുണ്ട്. ഫ്ലൂ പോലെയുള്ള നിരവധിയായിട്ടുള്ള ഇത്തരം ഡിസീസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മുടെ 2019 പോലെ തന്നെ 2025 ഏതാണ്ട് ഒരു ഡിസംബർ മാസത്തിൽ 2024 ഡിസംബർ മാസത്തിലാണ് ചൈനയിലും ഇത്തരം ഒരു വ്യാപനം
റിപ്പോർട്ട് ചെയ്തത്. ഇപ്പം തണുപ്പ് കാലത്താണ് ഇതിൻ്റെ വ്യാപനശേഷി കൂടുതൽ. കാരണം തണുപ്പ് കാലത്ത് നമുക്ക് നമ്മുടെ ശരീരം കൂടുതലും തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ എനർജി ആ ഒരു രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് വീക്കായിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഇത്തരം ഡിസീസ് സ്പ്രെഡ് ആകാനുള്ള സാധ്യതയുള്ളത്. ആദ്യമായിട്ട് ഇതിനെ കണ്ടെത്തുന്നത് 2001 2001 നെതർലൻഡിലാണ് ആദ്യമായിട്ട് ഏതാണ്ട് ഒരു 28ഓളം കുട്ടികളിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗം റിപ്പോർട്ട് ചെയ്യുകയും അതിൽ നിന്ന് പിന്നീട് ഒരു കൂട്ടം മെഡിക്കൽ ഗവേഷകരാണ് ആദ്യമായിട്ട് 2001 ഈ ഒരു വൈറസിനെ തിരിച്ചറിയുകയും അതുപോലെ തന്നെ ഇതിന് നാമകരണം ചെയ്യുകയും ഒക്കെ ചെയ്തത്. അപ്പം കുട്ടികളെയും പ്രായമായവരെയും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയാണ് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഈ ഒരു വൈറസ് ബാധ ഏൽക്കാൻ കൂടുതലായിട്ടുള്ള സാധ്യതയുള്ളത്. പിന്നെ ഇതിൻ്റെ സ്പ്രെഡിങ് എന്ന് പറയുന്നത് രോഗബാധയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. നമ്മുടെ COVID-19 ഒക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സ്പ്രെഡിങ് രീതി. ഇനി ഈ HMP വൈറസ് എന്താണ്, ആ വൈറസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു HMP വൈറസ് എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസാണ്. അപ്പം മിക്ക വൈറസുകളും RNA വൈറസുകളായിരിക്കും. RNA ആയിരിക്കും അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ. നമ്മുടെയൊക്കെ ശരീരത്തിലെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എങ്കിൽ നമ്മുടെ വൈറസ്, ഇത്തരത്തിലുള്ള വൈറസുകളിൽ മിക്ക വൈറസുകളിലും DNA വൈറസുകളും ഉണ്ട്. ഇതൊരു തരം നെഗറ്റീവ് സെൻസ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസാണ്. അപ്പോൾ ഇതിനെ കണ്ടെത്തുന്നത് ന്യൂമോവൈറിഡേ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലാണ്, വൈറസിൻ്റെ ഒരു കുടുംബത്തിലാണ് ഇതിനെ പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇതേപോലെ തന്നെ ഇതിനു മുമ്പ് ഏവിയൻ മെറ്റാന്യൂമോ വൈറസും, അതായത് മെറ്റാന്യൂമോ വൈറസ് എന്ന് പറയുന്ന ജീനസിൽ പെട്ടിട്ടുള്ള മറ്റൊരു വൈറസാണ് ഏവിയൻ മെറ്റാന്യൂമോ വൈറസ്. ഇത് സാധാരണ പക്ഷികളിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ മുമ്പ് തന്നെ. അതേ ഗ്രൂപ്പിൽ പെടുന്ന ഏതാണ്ട് അതിനോട് സാദൃശ്യമുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ഇപ്പോഴത്തെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിനും. ഇത് മനുഷ്യരിലാണ് ഇത് രോഗബാധ ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേപോലെ ഏവിയൻ മെറ്റാന്യൂമോ വൈറസ് പക്ഷികളിലാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള രോഗബാധ ഏൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെതർലൻഡിലാണ് 2001 ഈ ഒരു വൈറസിനെ ആദ്യമായിട്ട് അതിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയും ഇതിനെ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതിനെ തിരിച്ചറിഞ്ഞത് RAT-PCR എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആദ്യമായിട്ട്. അതായത് വൈറസിൻ്റെ കൾച്ചർ ഉണ്ടാക്കുകയും ആ കൾച്ചറിൽ നിന്ന് ഈ വൈറസിനെ ആദ്യമായിട്ട് വേർതിരിച്ചെടുക്കുകയും അതിന് ഈ ഒരു മനുഷ്യനെ ബാധിക്കുന്ന ഹ്യൂമൻ ബീയിങ്ങിനെ ബാധിക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പേരുകൾ നൽകുകയും ചെയ്ത് 2001 ഒരു കൂട്ടം ഗവേഷകരെ. പിന്നീട് ഇത് പല രാജ്യങ്ങളിലായിട്ട് ഇതിൻ്റെ കേസുകൾ കുട്ടികളിൽ പ്രത്യേകിച്ചും റെസ്പിറേറ്ററി ഡിസീസ് അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചൈന ഔദ്യോഗികമായിട്ട് ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഡിസീസ് ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ചൈനയുടെ ക്യാപിറ്റലായിട്ടുള്ള ബീജിംഗ്, അതുപോലെ ഇന്നർ മംഗോളിയ, ടിയാൻജിൻ, അതുപോലെ ഷാനിക്സി, അതുപോലെ ഹെബെയ്, ഈ ഒരു സ്ഥലങ്ങളിലാണ് പ്രധാനം. ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന പ്രവിശ്യകളാണ്. അപ്പോൾ ഇവിടെയാണ് ഇത്തരത്തിലുള്ള ഈ ഡിസീസ് ഔട്ട്ബ്രേക്ക് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു HMP വൈറസ് രോഗബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റ് പല വൈറൽ ഡിസീസ് പോലെ തന്നെയാണ് നമുക്ക് ജലദോഷം, പനി, ചുമ, ശ്വാസതടസ്സം, തൊണ്ടവേദന തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. അപ്പോൾ ഈ ഒരു രോഗലക്ഷണം പല വൈറൽ ഡിസീസിൻ്റെയും ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ രോഗം കുറച്ച് സങ്കീർണമായിട്ടുണ്ടെങ്കിൽ, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ബ്രോങ്കൈലൈറ്റിസ്, അതുപോലെ ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ പോലുള്ള അവസ്ഥയിലേക്ക് ഈ ഒരു രോഗബാധയേറ്റ പേഷ്യൻ്റ് എത്താറുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. അപ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രിക്കോഷൻസ് അത് ഇനിയിപ്പം ഈ ഒരു HMP വൈറസ് അല്ലെങ്കിൽ പോലും പല തരത്തിലുള്ള വൈറസ് ബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. കൂടാതെ നമുക്ക് ശക്തമായിട്ടുള്ള പനിയും അതുപോലെ ശരീരങ്ങളിലൊക്കെ തടിച്ച് പൊന്തുന്ന റാഷസ്, അത്തരത്തിലുള്ള ലക്ഷണങ്ങളും ചില കേസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടത് ഒരു വൈറസ് രോഗബാധ എങ്ങനെയാണ് HMP വൈറസ് സ്പ്രെഡ് ആവുന്നത് എങ്ങനെയാണ്.
അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റ് വൈറസ് നമ്മുടെ COVID-19 ഒക്കെ പോലെ തന്നെ രോഗബാധ ഏറ്റ ആളിൽ നിന്നാണ് ഇത് കൂടുതലും സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ രോഗബാധ ഏറ്റിട്ടുള്ള ആളുകളുടെ ശ്വസനം അല്ലെങ്കിൽ അവരുടെ തുമ്മൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ചുമയ്ക്കുക, അതിലൂടെ പുറത്തു വരുന്ന സ്രവങ്ങളിലൂടെയാണ് മറ്റാളുകളിലേക്ക് എത്തുക. അതുപോലെ തന്നെ ഇത്തരം രോഗബാധ ഏറ്റ ആളുകൾ രോഗികളിൽ നിന്നുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള ആളുകൾ അവരുടെ ശരീരത്തിൽ നിന്ന് പറ്റിയിട്ടുള്ള സ്രവങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് ആ രീതിയിലൊക്കെയാണ് ഈ ഒരു രോഗം സ്പ്രെഡാകാനുള്ള സാധ്യതയുള്ളത്. ഇത്തരത്തിലുള്ള വൈറൽ ഡിസീസ് എങ്ങനെയാണോ നമ്മൾ മുൻകരുതലുകൾ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഇതിനും ഇത്തരത്തിലുള്ള ഇതിൻ്റെ സ്പ്രെഡിങ് എന്ന് പറയുന്ന സെയിം റൂട്ടാണ്. അതായത് രോഗബാധ ഏറ്റ ആളിൽ നിന്നാണ് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ എപ്പോഴും നമ്മൾ COVID-19 ഒക്കെ പോലെയുള്ള അതിൽ നിന്ന്, കാരണം നമുക്കതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗബാധയൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഇതിനെ മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സ്പ്രെഡിങ് നടക്കുന്നത്. എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, അതായത് പ്രിവെൻറ്റീവ് മെഷേഴ്സ്, ഈ ഒരു രോഗബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റാളുകളിലേക്ക് പോകുന്നത് എങ്ങനെ നമുക്ക് സ്പ്രെഡിങ് ഒഴിവാക്കാം എന്നുള്ളതാണ് മുൻകരുതലുകൾ. പ്രധാനമായിട്ടും നമ്മൾ മറ്റ് COVID-19 ഒക്കെ അവലംബിച്ച അതേ രീതി തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക, അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുക. അതേപോലെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മാസ്കുകൾ ഉപയോഗിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ മാസ്കുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കൂടാതെ ഗുരുതരമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് നല്ലതാണ്. കാരണം നമുക്ക് ന്യൂമോണിയ പോലുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമുക്കൊരു നിസ്സാരമായിട്ടുള്ള പനി ജലദോഷം എന്ന രീതിയിൽ നമ്മൾ തള്ളിക്കളയാതെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നതിന് മുമ്പ് നമ്മളൊരു ഡോക്ടറെ കാണുകയാണ് ഏറ്റവും നല്ലത്. ഒരു ഐസൊലേഷൻ, നമ്മൾ COVID-19 നമ്മളെല്ലാവരും അവലംബിച്ച് വന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഐസൊലേഷൻ എന്നുള്ളത്. അപ്പം നമ്മൾ പരമാവധി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അതിലൂടെ നമുക്ക് ഈ സ്പ്രെഡിങ് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിൻ്റെ ബാധയെ പ്രതിരോധിക്കാൻ വാക്സിനോ ആൻറ്റിവൈറൽ തെറാപ്പി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇന്ന് നിലവിലില്ല. അപ്പോൾ രോഗബാധ ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൂടാതെ നമ്മൾ അപ്പോൾ ഈ രോഗബാധ ഏറ്റുകഴിഞ്ഞാൽ അതിന് ചികിത്സിക്കുന്നത് ഈ രോഗലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. നമ്മുടെ COVID-19 ആദ്യകാലങ്ങളിൽ നമ്മൾ സ്വീകരിച്ച അതേ നടപടിയാണ് ഇത്തരം വൈറസ് ബാധ ഏറ്റുകഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ളത്. കാരണം പ്രത്യേകിച്ച് വൈറസൊന്നും ഇതുവരെ ഇതിനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. 2001 ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വൈറസ് ആണെങ്കിൽ പോലും ഇതിൻ്റെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ നമുക്ക് കണ്ടെത്തിയിട്ടില്ല. കാരണം അത് അത്രമാത്രം പാൻഡമിക്കായിട്ട് ലോകത്തെമ്പാടും അത്രയും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിൽ ഫർദറായിട്ടുള്ള പഠനങ്ങൾ നടക്കാതിരുന്നത്. ഇനി നമുക്ക് ഇത് ആർക്കൊക്കെയാണ് ഈ ഒരു HMV വൈറസിൻ്റെ റിസ്ക് ഏറ്റവും കൂടുതൽ, എങ്ങനെയുള്ള ആളുകളെയാണ് HMV വൈറസ് ഇൻഫെക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുള്ളത്? ഏറ്റവും പ്രധാനമായിട്ട് ചെറിയ കുട്ടികളിലാണ് ഈ ഒരു HMV വൈറസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പ്രായമേറിയ ആളുകളിലും, പിന്നെ ഇമ്മ്യൂണിറ്റി കുറച്ച് വീക്കായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകൾ, മറ്റ് ശ്വാസകോശ രോഗങ്ങളുള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിൽ നമ്മുടെ COVID-19 അതേ ഇത് തന്നെയാണ് നമുക്കിവിടെയും നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതിന് പ്രത്യേകിച്ച് ഇതുവരെ വാക്സിനോ അതുപോലെ തെറാപ്പികളോ ഒന്നും ഇതുവരെ ആയിട്ട് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഗ്ലോബലി ഉള്ളൊരു കാര്യം. അതുപോലെ ഈ HMV വൈറസ് COVID-19 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങളൊക്കെ ഏതാണ്ട് മോറോർലെസ് സിമിലറാണ്. പക്ഷേ COVID-19 നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് COVID-19 നമ്മുടെ ഏത് കാലാവസ്ഥയിലും സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതേസമയം ഈ ഒരു HMV വൈറസ് പ്രധാനമായിട്ടും ഈ ഒരു സീസണാണ്, നമ്മുടെ സ്പ്രിംഗ് സീസണിൽ അല്ലെങ്കിൽ വിൻ്റർ സീസണിലാണ് സാധാരണയായിട്ട് ഈ HMV വൈറസ് സ്പ്രെഡിങ് നമുക്ക് കാണാനുള്ളത്. അതേസമയം നമ്മുടെ COVID-19 ആണെങ്കിൽ ത്രൂ ഔട്ട് ഇതിൻ്റെ ഒരു സ്പ്രെഡിങ് കാണാൻ വേണ്ടി കഴിയും. പിന്നീട് ഈ HMV വൈറസിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ്, ഏതൊരു വൈറസിനെ സംബന്ധിച്ചും അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 മുതൽ 6 ദിവസം വരെയാണ് ഇതുവരെയുള്ള. കാരണം ഇതിൽ ഇനിയും കൂടുതൽ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഏതാണ്ട് 3 മുതൽ 6 ദിവസം വരെയാണ് ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡായിട്ട് പറയാൻ കഴിയുക.
ഇനി ഏതാണ്ട് നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ ഡിറ്റക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഈ വൈറസ് ബാധ ഏറ്റുകഴിഞ്ഞാൽ ഈ വൈറസിനെ എങ്ങനെയാണ് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ RT-PCR നമുക്കറിയാം, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് RT-PCR, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നുള്ള ടെക്നോളജി, RT-PCR ടെക്നോളജി ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള RNA എക്സ്ട്രാക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തുക. ഇത് കൂടാതെ ഇത് കുറച്ച് എക്സ്പെൻസീവാണ്, RT-PCR കുറച്ച് എക്സ്പെൻസീവാണ്. എങ്കിലും മറ്റ് ചില ഇമ്മ്യൂണോ ഫ്ലൂറസെൻ്റ് ആൻറ്റിബോഡി ടെസ്റ്റ്, അതുപോലെ തന്നെ മോണോക്ലോണൽ ആൻറ്റിബോഡി ടെസ്റ്റ്, പോളിക്ലോണൽ ആൻറ്റിബോഡി ടെസ്റ്റ്, അതുപോലെ ഇമ്മ്യൂണോ ഫ്ലൂറസൻസ് അസേ തുടങ്ങിയ ടെസ്റ്റുകളൊക്കെ ഈ തരത്തിലുള്ള രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു HMV വൈറസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇത് ചൈനയിലെ പ്രധാനപ്പെട്ട, അതായത് ചൈനീസ് സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, ഏതാണ്ട് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു നാഷണൽ ബ്യൂറോ ആണ്. നാഷണൽ ഹെൽത്ത് കമ്മീഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സെൻറ്ററാണിത്. അപ്പോൾ ഇവിടെയാണ് ഇത്തരത്തിലുള്ള പാൻഡമിക് ഒക്കെ വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്ന ടീം ചൈനയിലുള്ള. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ചൈനയിൽ ഇത്തരത്തിലുള്ള വൈറസിൻ്റെ സ്പ്രെഡിങ് അത്ര നമുക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു വൈറസ് ബാധ അല്ലെങ്കിൽ വൈറസ് സ്പ്രെഡിങ് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, ഇപ്പോൾ ഒരു മുൻകരുതൽ എന്ന നിലയിലാണ്. അപ്പോൾ നമ്മളാരും ഇതിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. നമ്മളൊരു മുൻകരുതൽ എന്ന നിലയിലാണ് നമ്മൾ ഈ വൈറസിനെ കുറിച്ച്, വൈറസ് എന്താണെന്ന് ഒന്ന് വളരെ ബ്രീഫായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയത്. അപ്പോൾ നമ്മൾ COVID-19 ട്രീറ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിനെയും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഒരു ചെറിയ കാര്യം കൂടെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റാളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പാൻഡമിക് ഇതൊരു വലിയ വിഷയം അല്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. ചൈനയിൽ പുതിയതായിട്ട് വന്നൊരു ഡിസീസ്, ചൈനയിൽ ഒരു ഡിസീസ് വന്നെന്ന് കേൾക്കുമ്പോൾ തന്നെ ലോകത്തുള്ള മറ്റെല്ലാ രാജ്യക്കാർക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പേടി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അത്തരത്തിൽ ഒരു പരിഭ്രാന്തി വേണ്ട. നമുക്ക് ഇത് ഓൾറെഡി ഒരു നോൺ ആയിട്ടുള്ള ഒരു വൈറസാണ്. ഏതാണ്ട് 2001 ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത ഒരു വൈറസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ COVID-19 അത്രയും നമുക്കിതിനെ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇതിൻ്റെ എന്താണ് ഈ വൈറസ് എന്നും ഇതിനെ എങ്ങനെ നേരിടാമെന്നും നമ്മൾ ഒരുപാട് നമുക്ക് അതേപോലെ തന്നെ നിപ്പ വൈറസിനെയും അതേപോലെ COVID-19 ഒക്കെ നമ്മൾ പ്രതിരോധിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിഭ്രാന്തരാകാതെ നമ്മൾ വളരെ ജാഗരൂകരായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വൈറസിന്റെ സാന്നിധ്യം ഉണ്ടായാൽ പോലും നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.